ഞങ്ങളുടെ കല്ലായി ഡിവിഷനിലെ സ്ഥാനാർത്ഥി പ്രശസ്ത സംവിധായകനും സിനിമാ പ്രവർത്തകരുമായ VM വിനുവിന്റെ പേർ വോട്ടർ പട്ടികയില്ലാതെ സംബന്ധിച്ച് ഞങ്ങൾ VM വിനു ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചിരുന്നു. രൂക്ഷമായ വിമർശനത്തോടുകൂടി ആ ഹർജി ഹൈക്കോടതി തള്ളിയിരിക്കുന്നു. ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന പാർട്ടി എന്ന നിലക്ക് ഭരണഘടനയോടും നീതിപീഠത്തോടും എന്നും വിധേയമായി പ്രതിയുള്ള പാർട്ടി നിലക്ക് ആ കോടതി വിധി പൂർണ്ണമായും അംഗീകരിക്കുന്നു. പക്ഷേ ഇതുകൊണ്ടൊന്നും ഞങ്ങളുടെ രാഷ്ട്രീയ പോരാട്ടത്തിന്റെ ശക്തി തളരില്ല. അതിശക്തമായ രീതിയിൽ ഞങ്ങൾ മുന്നേറും. ഒരു തരത്തിലുള്ള ക്ഷീണമോ പതർച്ചയോ തളർച്ചയോ ഇതുമായി ബന്ധപ്പെട്ട് കോഴിക്കോട്ടെ കോൺഗ്രസിന്റെയും UDFന്റെയും മുന്നേറ്റത്തിൽ ഉണ്ടാവില്ല. പക്ഷെ ഇതിനകത്തൊരു കാര്യം, VM വിനു എന്നൊരു പോലത്തെ ഒരാളുടെ വോട്ട് ഇപ്പോഴും വോട്ടർ പട്ടികയിൽ ഇല്ല എന്നൊരു സത്യമാണ്. അതൊരു വിനുവല്ല. ഇന്നലെയും ഇന്നുമായി ഞങ്ങൾ നടത്തിയ പരിശോധനയിൽ ഒരുപാട് വിനുമാരുണ്ട്. അവർക്ക് വോട്ടവകാശം ലഭിക്കാനുള്ള പോരാട്ടവുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. മറ്റൊരു കാര്യം, ഇവിടെ പലതരത്തിലുള്ള സംശയങ്ങളും കാര്യങ്ങളൊക്കെ വന്നിരുന്നു. ഞങ്ങളെടുത്തൊരു പൊളിറ്റിക്കൽ സ്റ്റാൻഡ് വിനുവിനെ സ്ഥാനാർത്ഥിയാക്കുക എന്നുള്ളതും മത്സരിപ്പിക്കുക എന്നുള്ള സ്റ്റാൻഡിൽ ഒരു പാളിച്ചയും പറ്റിയതായി ഞങ്ങൾക്ക് തോന്നുന്നില്ല. VM വിനു ഞങ്ങളോടൊപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പ് ഗോതയിൽ UDFന്റെ വിജയത്തിലായിട്ടുണ്ടാവും. അതുമാത്രവുമല്ല, ഈ കോർപ്പറേഷന്റെ ദുർഭരണത്തിനെതിരെ വികാരമുള്ള എല്ലാവരെയും ഞങ്ങൾ ഞങ്ങളുടെ പോരാട്ടത്തിൽ അണിനിരത്തും. കല്ലായി ഡിവിഷനിൽ പുതിയ സ്ഥാനാർത്ഥി നാളെ പ്രഖ്യാപിക്കും. മാത്രവുമല്ല, ഞാൻ ഇന്ന് രാവിലെ പറഞ്ഞൊരു പ്ലാൻ ബി ഉണ്ട്. ആ പ്ലാൻ ബിയുടെ ഭാഗമായിട്ടുള്ള പുതിയ സ്ഥാനാർത്ഥിയെ ഇന്നത്തെ കോർ കമ്മിറ്റി കൂടി നേതാക്കളുമായി ആലോചിച്ച് നാളെ പ്രഖ്യാപിക്കും. ഈ ഉണ്ടായ സംഭവം വെച്ച് കോഴിക്കോട് നഗരസഭയ്ക്കെതിരെ UDFും കോൺഗ്രസും ആരംഭിച്ച പോരാട്ടത്തിന് ഒരു ശക്തിക്കുറവ് സംഭവിക്കാതെ ഞങ്ങൾ മുന്നേറും. തെരഞ്ഞെടുപ്പിന്റെ ഫലത്തെ ഇത് ഒരു തരത്തിലും ബാധിക്കില്ല. ഈ വളരെ സീരിയസ് ആയി കൈകാര്യം ചെയ്യേണ്ട ഒരു മേയർ സ്ഥാനാർത്ഥി ഇത്ര ലാഘവത്തോടെ, പ്രത്യേകിച്ചും പ്രവീൺ നേരിട്ടായിരിക്കില്ല, നാളെ നാളെ പ്രവർത്തകർ വന്നെയായിരിക്കും. പക്ഷെ ആ പ്രവർത്തകർക്ക് ഒരു ഉത്തരവാദിത്തമില്ല. അവിടുത്തെ വാർഡിലെ കൌൺസിലർ VM വിനുവിന് വോട്ടുണ്ടെങ്കിൽ അത് തദ്ദേശ പട്ടികയിലാണെന്നോ അവസാനത്തെ 3 ദിവസം അവസരം തന്നോ ആ സമയത്ത് ഉപയോഗിക്കാമായിരുന്നതാണ്. അപ്പൊ അതിൽ ഒരു നടപടി ഉണ്ടാവേണ്ടതല്ലേ? പ്രാദേശിക തലത്തിൽ കോൺഗ്രസ് പ്രവർത്തകർക്ക് വീഴ്ച പറ്റിയെന്നുള്ളത് ഉറപ്പാണ്. അത്തരമൊരു വീഴ്ചകൾ ഉണ്ടായോ എന്ന് പാർട്ടി പരിശോധിക്കും. പക്ഷേ അതിൽ മറ്റൊരു കാര്യം ഇന്നലെ പറഞ്ഞത് ആവർത്തിക്കുന്നു. VM വിനുവിനെ പോലത്തെ കോഴിക്കോട് ജില്ലയിൽ കോഴിക്കോട് നഗരത്തിൽ ജനിച്ചു വളർന്നു വലുതായ ഒരാൾക്ക് വോട്ടുണ്ടാവില്ല എന്ന് സംശയിക്കേണ്ട യാതൊരു സാഹചര്യവും ഞങ്ങൾക്കുണ്ടായിട്ടില്ല. അത് അത്ഭുതപ്പെടുത്തുന്നു. കാലം മാറി. ഇന്ത്യയിലും കേരളത്തിലും വോട്ടർ പട്ടികയിൽ പോലും എന്തും സംഭവിക്കുന്ന കാലം വന്നിരിക്കുന്നു. ഇത് ഞങ്ങൾക്കൊരു പാഠമാണ്. ഞങ്ങളെ തിരിച്ചറിയും. അങ്ങനെയല്ലല്ലോ നിയമം. വോട്ട് ആര് ചേർത്തില്ലെങ്കിലും എന്താണ് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്മാരുടെ ജോലി? ഞാനിപ്പോഴും അത് ഇന്ന് രാവിലെ പറഞ്ഞ കാര്യം കുറച്ച് കോടതി വിധി പരിപൂർണമായി മാനിച്ചുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നു. നഗരത്തിൽ ജീവിക്കുന്ന VM വിനുവിന്റെ വോട്ട് ഉൾപ്പെടുത്തേണ്ട ഉത്തരവാദിത്തം ഇവിടുത്തെ BLOമാർക്കും കോർപ്പറേഷനിൽ അവരെ ഏൽപ്പിച്ച ഉദ്യോഗസ്ഥന്മാർക്കുമാണ്. ആ ഉദ്യോഗസ്ഥന്മാരെ ജോലി ചെയ്യില്ലല്ലോ. അവർ വീഴ്ചയിലിൻ്റെ അകത്ത്. ആ വീഴ്ചക്കെതിരെയുള്ള പോരാട്ടം ഞങ്ങൾ ശക്തമായി തുടരുക തന്നെ ചെയ്യും. ഞാൻ പറഞ്ഞില്ല, ആ പരിശോധിക്കും. അല്ല, അങ്ങനെയല്ല, അങ്ങനെ പറ്റിച്ചു എന്ന് പറയുന്നില്ല. അല്ല, അതെന്തെങ്കിലും ഒരു പാഴ്ച ഉണ്ടെങ്കിൽ അത് ഞങ്ങൾ പാർട്ടി ഗൗരവമായി പരിശോധിക്കും. ഉണ്ടായിരുന്നു. അല്ല, അവിടുന്ന് അത് സ്വാഭാവികമായി കിട്ടിയ ഇൻഫർമേഷൻ VM വിനുവിന് വോട്ടുണ്ട് തന്നെയാണ്. അത് തർക്കമില്ല. പക്ഷെ പിന്നെ വോട്ടില്ല എന്ന് തെളിഞ്ഞു. ആ കാര്യം ഞങ്ങൾ പാർട്ടിക്കകത്ത് മെഞ്ഞാന്ന് മുതൽക്ക് തന്നെ ചർച്ച ആരംഭിച്ചിട്ടുണ്ട്, പരിശോധന തുടങ്ങിയിട്ടുണ്ട്. അതെ, അല്ല, VM വിനു ഇപ്പോഴും പറയുന്നു 2020 അദ്ദേഹം ഞാനിപ്പോൾ ചേട്ടൻ വെച്ചു. അല്ലല്ല,
നേരത്തെ അദ്ദേഹം പറഞ്ഞത് 2020 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മളെ ആശ്ചര്യപ്പെടുത്തുന്ന ഒരു കാര്യം, കേരളത്തിൽ SIR നടപ്പാക്കാൻ പാടില്ല, വോട്ടവകാശം റദ്ദാക്കപ്പെടാൻ പാടില്ല എന്ന് പറയുന്ന പാർട്ടിയാണ് CPM. കേരള നിയമസഭയിൽ SIR-നെതിരായി യുനാനിമസായി പ്രമേയം പാസാക്കിയ ആളുകളാണ്. ഈ ആളുകൾ കലക്ടർ മുമ്പിൽ ചെന്ന് പറഞ്ഞത് എന്താണ്? BM വിനു വോട്ടവകാശം കൊടുക്കാൻ പാടില്ല. അപ്പൊ BM വിനുവിനെ പോലുള്ള ഒരാള് കൊടുക്കാൻ പാടില്ല എന്ന് കോഴിക്കോട് ജില്ലാ CPM സെക്രട്ടറി, CPI സെക്രട്ടറി, LDF-ന്റെ ജില്ലാ കൺവീനർ തുടങ്ങിയ ഒരു വൻ സംഘം, 6 അംഗ സംഘമാണ് കലക്ടർ മുമ്പിൽ ചെന്ന് വോട്ട് ചേർത്തി കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞത്. അല്ല അനീഷ്, അല്ലല്ല, വോട്ടർമാരെ പേര് തള്ളിച്ചുകൊണ്ടല്ല ജയിക്കുക, വോട്ട് പിടിച്ചുകൊണ്ടാണല്ല. ഒരാൾക്ക് അത് പറയാം. ഞാൻ പറഞ്ഞ കോടതി വിധിയെ പൂർണ്ണമായി മാനിക്കുന്നു. അല്ലല്ല, അതല്ല, ശരിയാണ്. എന്റെ ഞങ്ങളുടെ ചോദ്യം, ഒരാൾ നഷ്ടപ്പെട്ടു, സ്വാഭാവികമായിട്ടും അയാൾ ഹർജി കൊടുക്കും. ആ ഹർജി കൊടുക്കുമ്പോൾ ഭരിക്കുന്ന പാർട്ടി, ആ പാർട്ടിയുടെ നേതാക്കൾ, ആ ഭരിക്കുന്ന പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റുകളുടെ ഉദ്യോഗസ്ഥർ സമീപിച്ച് വോട്ട് കൊടുക്കരുതെന്ന് പറഞ്ഞത് ശരിയാണോ തെറ്റാണോ? അപ്പൊ അവരുടെ ഉദ്ദേശം എന്താണ്? അല്ല, ഒരാളുടെ വോട്ടവകാശം കൊടുക്കുവാനുള്ള അല്ലെങ്കിൽ വേണോ എന്ന് ആധികാരിക പ്രതികാരമില്ല. നിങ്ങൾ ഇപ്പോഴും മനസ്സിലാക്കേണ്ടത്, ഈ വോട്ടർ പട്ടിക പ്രവർത്തനത്തിൽ രാഷ്ട്രീയ പാർട്ടി നടക്കുന്നത് സാധാരണഗതിയിൽ നടക്കുന്ന ഒരു നടത്തിപ്പ് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അത് പൂർണ്ണമായ ഉത്തരവാദിത്തം ഇലക്ഷൻ കമ്മീഷനും അതിന് ഉദ്യോഗസ്ഥർക്കാണ്. അവിടെ നിന്നിരിക്കുന്നു. ആ ഉദ്യോഗസ്ഥന്മാരുടെ വീഴ്ചയാണ് ചൂണ്ടിക്കാട്ടിയത്. ആ ഉദ്യോഗസ്ഥ വീഴ്ചയാണ് പറഞ്ഞത്. അവിടെ പോയി നേരത്തെ NS കൂടെ പറഞ്ഞതുപോലെ SIR-നെതിരെയൊക്കെ SIR വന്നാൽ പലരുടെയും വോട്ടവകാശം നിഷേധിപ്പിക്കപ്പെടുമെന്ന് കേരള നിയമസഭയിൽ പ്രമേയം പാസാക്കാൻ മുൻകൈയെടുത്ത പാർട്ടിയുടെ നേതാക്കൾ പോയി അത് കൊടുക്കരുതെന്ന് പറഞ്ഞ നടപടി ജനാധിപത്യ വിരുദ്ധമെന്നേ ഞങ്ങൾ പറയാനുള്ളൂ. പുതിയ സ്ഥാനാർത്ഥി വെച്ചു. പുതിയ സ്ഥാനാർത്ഥി ഞങ്ങളത് തീരുമാനിച്ചു. രമ്യക്കെ ഞങ്ങൾ പുതിയ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. അത് വരട്ടെ. പ്ലാൻ B നാളെ ഉണ്ടാവും. അത് എന്തായാലും കല്ലായി ഡിവിഷനും പിടിക്കുവാനും ഇപ്പോൾ വിനുവിനുണ്ടായ അനുഭവത്തിൽ നിന്നുള്ള വേദനയ്ക്ക് പ്രതികാരം ചോദിക്കാൻ സാധിക്കുന്ന ഒരു പ്രവർത്തനമായിരിക്കും ഞങ്ങൾ ഉണ്ടാവുക. ശക്തനായ സ്ഥാനാർത്ഥി കല്ലായി നാൾ പ്രഖ്യാപിക്കും. അല്ല, അതിനി എന്തായാലും നോക്കിയല്ലോ, അത് സംശയം. സുധാമണി അവിടെ 9 മണിക്ക് തന്നെ ജയിക്കാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. അത്രയും ജനകീയ സ്വാധീനം ഉണ്ടെന്ന്. അപ്പൊ അവരെ പരിഗണിക്കുന്നില്ലേ? അല്ല, അത് ഞങ്ങൾക്ക് തന്നോടെ അധികാരം. പറയാം, അധികാരം ഞങ്ങൾക്ക് വിട്ടുതരും. എന്തായാലും തീർച്ചയായും ആ അഭിപ്രായം പരിഗണിക്കാം. മേയർ സ്ഥാനാർത്ഥി ഞങ്ങൾ എപ്പോഴാ പ്രഖ്യാപിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. അല്ല, ഞാനെന്താ പറഞ്ഞത്, മേയർ സ്ഥാനാർത്ഥി അത് പറഞ്ഞത്. പക്ഷെ ഒന്നുകൂടി ഞാൻ പറഞ്ഞിരുന്നു, രണ്ടും ഞാൻ പറഞ്ഞതാണ്. അല്ല, BM വിനുവിനെ മത്സരിപ്പിക്കുന്നത് വെറും കൌൺസിലർ ആക്കാനല്ല, പക്ഷെ മേയർ സ്ഥാനാർത്ഥി ആരെന്ന് UDF പ്രഖ്യാപിക്കും പറഞ്ഞു. അതുപോലെ തന്നെ വരും എന്ന് പറഞ്ഞില്ലല്ലോ. മേയർ സ്ഥാനാർത്ഥി UDF പ്രഖ്യാപിക്കും. എല്ലാവർക്കും സ്വീകരിക്കുന്ന സ്ഥാനാർത്ഥി വരും. അത് ഞാൻ പറയാം. പ്ലാൻ B ഞങ്ങൾ തുടങ്ങാതിരിക്കുകയോ? ഏത് സാഹചര്യത്തെയും നേരിടാൻ സജ്ജമാണ് കോൺഗ്രസും UDF-ഉം. രാഷ്ട്രീയത്തിൽ ഇങ്ങനെയൊക്കെ പലപ്പോഴും സംഭവിക്കും. ഇതൊരു പ്രതിസന്ധിയായിട്ടോ പ്രയാസമായിട്ടോ കാണുന്നില്ല. അല്ല, ആയിക്കോട്ടെ, ഇതൊന്നും തളർത്തില്ല. അല്ല, ഇതൊന്നും ഞങ്ങളെ സംബന്ധിച്ച് തളർത്തുന്ന നടപടിയല്ല. എന്തും പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനൊക്കെ നേരിടാൻ ഞങ്ങൾ സദാസജ്ജമാണ്. ഉച്ചവരെ കാക്കുന്നതിന് ബുദ്ധിമുട്ടില്ലല്ലോ. നാളെ പ്രഖ്യാപിക്കും. മറ്റന്നാൾ അല്ല, എന്തായാലും ജീവൻ ധർമ്മത്തെ അറിയാതെ പ്രഖ്യാപിക്കുന്ന പ്രശ്നമില്ല. പോരെ, അതിനകത്ത് മറ്റന്നാൾ ആ സ്ഥാനാർത്ഥി നോമിനേഷൻ കൊടുക്കും. ലാസ്റ്റ് ഡേറ്റ് നാളെ. മറ്റെല്ലാ സ്ഥാനാർത്ഥികളും നാളെ കൊടുക്കും. അതിന്റെ വെരിഫിക്കേഷൻ അല്ല, ഇന്ന് നാളെ കൊടുത്തു തുടങ്ങിയാണ്. നോമിനേഷൻ കൊടുത്തു തുടങ്ങി. രാജേഷ് വക്കീലാണ് ചാർജ്. ഇവിടെ അതിന്റെ പരിശോധനയുണ്ട്. കാരണം സൂക്ഷ്മ പരിശോധനത്തിന് കൊടുക്കുന്നുണ്ട്. BM വിനുവിന്
അല്ല, വി എം വിനുവിനെ UDF ചേർത്ത് നിർത്തും. വി എം വിനുവിന് വേണ്ട എല്ലാ തരത്തിലുള്ള സംരക്ഷണങ്ങളും UDF-ഉം കോൺഗ്രസും ഒരുക്കും. ഒരു വിഷമവും ഉണ്ടാവില്ല അദ്ദേഹത്തിന്. അവൻ ഭയങ്കര വിഷമത്തിലാണ്. അല്ല, അത് അദ്ദേഹം അങ്ങനെ പതറുന്ന ആളൊന്നുമല്ല. എന്ത് സംശയം? ഉറപ്പായിട്ടുണ്ടാവും അദ്ദേഹം ഉണ്ടാവും. ഒരു മനമെടുപ്പത്തിണ്ടാവില്ല, പതിനെട്ടുണ്ടാവും അദ്ദേഹം. അയ്യോ, എന്നിട്ടാണല്ലോ CPM-കാർ വോട്ട് തളിക്കാൻ വേണ്ടിട്ട് പോയത്. എന്തൊരു സ്നേഹ! അറ്റ്ലീസ്റ്റ് ആ സ്നേഹം കൊണ്ട് അവിടെ പോയായിരുന്നു അവർക്ക്. ഒരാളുടെയും വോട്ട് നഷ്ടപ്പെടുത്താൻ പാടില്ല എന്ന് പറയുന്ന CPM ആണ് ഇയാളെ വോട്ട് ചേർക്കാൻ പാടില്ല എന്ന് പറയുന്നത്. നിങ്ങൾ പാർട്ടിപരമായിട്ട് അത് വീഴ്ച വരുത്തി, അദ്ദേഹം വ്യക്തിപരമായി വീഴ്ച വരുത്തി, അതിൽ CPM പിന്നെ വിട്ടുവീഴ്ച ഞാൻ പറഞ്ഞില്ലല്ലോ, ഞാൻ ചോദിക്കുന്നില്ല. ഞങ്ങളെ ചോദ്യം അതിനല്ല. എതിർ രാഷ്ട്രീയ പാർട്ടികളിലൊക്കെ ഞങ്ങളുടെ വീഴ്ചകൾ വിമർശനത്തിൽ CPM-നുണ്ട്, ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. പക്ഷെ ഒരു വ്യക്തിയുടെ വോട്ടവകാശം ശ്രദ്ധിക്കപ്പെട്ടപ്പോൾ ആയിക്കോട്ടെ, ഹൂവർ മേ ബി ഇറ്റ് ഈസ്, VM വിനുവിനെതിരെ വോട്ട് പിടിച്ച് ജയിച്ചോട്ടെ. അതായത് ഒരു പാർട്ടിക്ക്, ഓരോ പാർട്ടിക്കും ഒരു എത്തിക്സ് ഉണ്ട്. കോൺഗ്രസ് പാർട്ടി ഒരു സാഹചര്യത്തിലും ഒരാളുടെ വോട്ട് നിഷേധിക്കാൻ വേണ്ടി ഒരു ഉദ്യോഗസ്ഥകൾ ശ്രമിക്കില്ല. ഞങ്ങൾ ഇപ്പോഴും ചോദിക്കുന്നു, നിയമം എന്ന് പറയുന്നത് ഇല്ല, അല്ല. പക്ഷെ എന്താണെന്നറിയോ, ഞങ്ങൾ ചോദ്യം ചെയ്ത കാര്യങ്ങളിൽ ഇപ്പോൾ ഉറച്ചു നിൽക്കുകയാണ്. ഈ നാട്ടിൽ 18 വയസ്സ് പൂർത്തിയാക്കിയ ഒരാൾക്ക് വോട്ടവകാശം ലഭിക്കണം, ഏത് സാഹചര്യത്തിലും കൊടുക്കണം എന്ന രാഷ്ട്രീയ നിലപാടിലാണ് ഞങ്ങൾ ഇപ്പോൾ ഉറച്ചു നിൽക്കുന്നത്. ഓക്കെ, കോർപ്പറേഷനിൽ വോട്ട് ചേർക്കില്ല. ഇപ്പൊ പ്രവീൺ കൊയിലാണ്ടിയിൽ നല്ല രീതിയിൽ വോട്ട് ചേർക്കുന്നുണ്ട്. അതെങ്ങനെയാണ്? അതാണ് ഇത് മനസ്സിലാക്കേണ്ടത്. ഇനി തെറ്റിക്കോ കേട്ടോ. കോർപ്പറേഷനിൽ പുതിയ വോട്ടുകൾ ചേർത്തിട്ടുണ്ട്. പുതിയ വോട്ട് ചേർത്തതിൽ ഏറ്റവും കൂടുതൽ വോട്ട് ചെയ്തത് UDF ആണ്. ഏറ്റവും കൂടുതൽ വോട്ട് ചെയ്തത്. ഞാൻ നാളെ കണക്കെടുത്ത് പുറത്തുവിടാം, ചേർത്ത കണക്കുകൾ. ഞാൻ നിങ്ങൾക്കൊരു സംശയവും വേണ്ട, കോഴിക്കോട് നഗരത്തിൽ UDF-ന്റെ മേയർ വരും.